Hello students, welcome back to Reliant Institute of Technology. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് ക്ലാഷ് ചെക്ക് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ക്ലാഷ് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത മോഡലിംഗിൽ എന്തെങ്കിലും കണക്ഷൻസ് നമ്മൾ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടോ, കണക്ഷൻസ് തമ്മിൽ ക്ലാഷ് ഉണ്ടോ, ഇനി ബോൾട്ടിൻ്റെ എഡ്ജ് ഡിസ്റ്റൻസ് ഉണ്ടോ, ഇങ്ങനത്തെ കുറേ ക്ലാഷുകൾ എറർ സോഫ്റ്റ്വെയർ ഡിറ്റക്ട് ചെയ്യും. കേട്ടോ, ഓൾമോസ്റ്റ് 100% ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. കുറേ എറർ നമുക്ക് ഡ്രോയിങ് ജനറേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. മോഡൽ മിസ്റ്റേക്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ എന്താ എടുത്തത്, ഫുൾ മോഡലിംഗ് പാർട്ടായിരുന്നു. എല്ലാം മെമ്പർ പ്ലേസ് ചെയ്തു, കണക്ഷൻസ് കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കൊടുത്തത് ബേസ് പ്ലേറ്റ് ആങ്കർ ബോൾട്ട് കണക്ഷൻ വരെ. അപ്പോൾ നമ്മൾ കണക്ഷൻ പാർട്ട് എല്ലാം കംപ്ലീറ്റ് ആയി. ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ ക്ലാഷ് ചെക്ക് എന്ന് പറഞ്ഞ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ക്ലാഷ് ചെക്ക് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു കണക്ഷൻ കൊടുത്തു, ഇല്ലെങ്കിൽ ഒരു ഫ്ലോർ ചെയ്തു, അപ്പോൾ ആ ഫ്ലോറിലെ ക്ലാഷ് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അത്രയും ലാസ്റ്റ് വലിയൊരു ഹ്യൂജ് മോഡലാകുമ്പോൾ അത്രയും വലിയ ക്ലാഷ് റൺ ചെയ്ത് ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓരോ 1 by 1 ഓരോ ഫ്ലോർ വെച്ചിട്ട് ക്ലാഷ് ചെക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു കണക്ഷൻ ചെയ്യുമല്ലോ, ആ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ ഒരു ക്ലാഷ് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ക്ലാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലത്തെ സിമിലർ കണക്ഷൻസിലൊക്കെ ഉള്ള ക്ലാഷ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ക്ലാഷ് ചെക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് തൽക്കാലം സെലക്ട് ഒബ്ജക്ട്സ് ഇൻ കമ്പോണൻസിലോട്ട് ഇടാം. സെലക്ട് ഒബ്ജക്ട്സ് ഇൻ കമ്പോണൻസ്. അത് കഴിഞ്ഞ് ഈ മോഡലിലുള്ളതെല്ലാം ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. അപ്പോൾ സാധാരണ ക്ലാഷ് ചെക്ക് ചെയ്യുമ്പോൾ ഹോൾ മോഡൽ സെലക്ട് ചെയ്തിട്ടാണ് ക്ലാഷ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു മോഡലിലുള്ള ഒരു ഇഷ്യൂ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ ആങ്കർ ബോൾട്ട് കണ്ടോ, ഈ ആങ്കർ ബോൾട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതെല്ലാം, അതായത് ഈ നട്ട്, സ്റ്റാൻഡേർഡ് നട്ട്, സ്റ്റാൻഡേർഡ് വാഷർ, ഗ്രൗട്ട്, ഇതിലൊന്നും ഹോൾ ഉണ്ടാവത്തില്ല. അപ്പോൾ ഫുൾ ഒരുപാട് ക്ലാഷിൻ്റെ റിപ്പോർട്ട്സ് അവർ അൺനെസസറി ആയിട്ട് കാണിക്കും. കാരണം നമുക്ക് ആങ്കർ ബോൾട്ടിന് ഇവിടെ നിന്ന് എന്തായാലും ഈ നട്ടൊക്കെ റെഡിമെയ്ഡ് മേടിക്കുന്ന, അതിലൊന്നും ഹോളിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ക്ലാഷ് നമുക്ക് വേണ്ട. അപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പക്ഷേ നമുക്ക് ഈ കണക്ഷൻ്റെ ഒപ്പം വരുന്ന സ്റ്റിഫ്നേഴ്സ്, ബേസ് പ്ലേറ്റ് എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാൻ വേണം. അപ്പോൾ അതുകൊണ്ടാണ് സെലക്ട് ഒബ്ജക്ട്സ് ഇൻ കമ്പോണൻസിലോട്ട് ഇട്ടിട്ട് ഈ മോഡൽ ഇങ്ങനെ ഒന്ന് ചെരിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. ഒരു ഏകദേശം ഇങ്ങനെ കൊണ്ട് ചെരിച്ച് വെച്ചു. ഇനി ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് സ്റ്റിഫ്നർ തൊട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് മേള് വരെ സെലക്ട് ചെയ്തു. ഇനി വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് വെച്ചോ, തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് തന്നെ ഇരിക്കുന്നോട്ടെ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യാം. നമുക്കിവിടെ ക്ലാഷ് ചെക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, കണ്ടില്ലേ? റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലാഷ് ചെക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാഷിൻ്റെ റിപ്പോർട്ട്സ് കാണിക്കും. ഇപ്പോൾ ഇത്രയും ക്ലാഷസ് ഉണ്ടെന്നാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. ഇത്രയും ക്ലാഷസ്, ഇത് എല്ലാം മേജർ ക്ലാഷസ് ആയിരിക്കത്തില്ല. നമുക്ക് ചില ക്ലാഷുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ കാണിക്കുന്നത് എന്താണ്, കോളവും ബോൾട്ടും തമ്മിൽ ക്ലാഷ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. കോളവും ബോൾട്ടും ക്ലാഷ്. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡലിലും സെലക്റ്റായി വരും. ഇപ്പോൾ ഇവിടെ കണ്ടോ, കോളവും ബോൾട്ടും തമ്മിൽ ക്ലാഷ് ഉണ്ട്. കോളവും ബോൾട്ടും സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു മജന്ത ബോക്സ് കാണിച്ചേക്കുന്നുണ്ടോ? ഈ മജന്ത ബോക്സ് ഉദ്ദേശിക്കുന്നത് ഇത്രയും ഏരിയ കട്ട് ചെയ്ത് കളയുക. ക്ലാഷ് വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ക്ലാഷ് വരുന്നത് സോഫ്റ്റ്വെയർ പറയുന്നത് വെച്ചാൽ, സൈറ്റിൽ ബോൾട്ടിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ, സോഫ്റ്റ്വെയർ അപ്പോൾ റെഞ്ചോ ടോർക്ക് പോലത്തെ എക്യുപ്മെൻറ്റ് കൊണ്ടുവന്ന് വെക്കുമ്പോൾ കോളത്തിൻ്റെ ഫ്ലാഞ്ചിൽ ഇടിക്കും. അപ്പോൾ അത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാനാണ് സോഫ്റ്റ്വെയർ പറയുന്നത്. പക്ഷേ അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. കാരണം കോളത്തിൻ്റെ സ്ട്രെങ്ത് എല്ലാം പോകും. അവർക്ക് ഈ ലൊക്കേഷനിൽ സാധാ സ്പാനേഴ്സ് ഇട്ട് വേണമെങ്കിൽ ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ ഇഗ്നോർ ചെയ്യാം. ഇനി നെക്സ്റ്റ്, ഇതിപ്പോൾ എല്ലാം അതേപോലെ H.bracing ബോൾട്ട് ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്താലും മതി. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ ക്ലാഷ് ഡയറക്റ്റ് അവിടെ വന്ന് സൂം ചെയ്യും. ഇത് കണ്ടോ, ഇവിടെ സൂം ചെയ്ത് നോക്കിയാൽ ഈ സെയിം ഇഷ്യൂ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഈ ബ്രേസിങ് ഇതുണ്ട്, ഒരു ബോൾട്ട് ചെയ്യാനായിട്ട് ആംഗിളിലെ ലെഗും ഈ ബോൾട്ടും തമ്മിൽ ക്ലാഷ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഉണ്ടല്ലോ. അപ്പോൾ ഈ ലെഗ് ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളയാൻ പറയും. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ സിറ്റുവേഷൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ സാധാ സ്പാനേഴ്സ് ഇട്ട് ടൈറ്റ് ചെയ്തോളൂ. മേജർ ക്ലാഷസ് വല്ലതും വരുന്നുണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ പ്രൊജക്റ്റിൽ നമ്മൾ ചെയ്താലും മേജർ ക്ലാഷസ് ഒന്നുമില്ല. സപ്പോസ് ഇവിടെ നമ്മൾ എന്തിനാണ് കട്ടിങ് കൊടുത്തത്, ഇവിടെ ക്ലാഷ് വരുന്നുണ്ട്, കോളത്തിൻ്റെ ഫ്ലാഞ്ചായിട്ട് ക്ലാഷ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തത്. സപ്പോസ് ഈ കട്ടിങ് കൊടുക്കാൻ നമ്മൾ മറന്നുപോയി എന്ന് കരുതുക. അപ്പോൾ നമ്മൾ ക്ലാഷ് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വരാൻ പോകുന്ന റിപ്പോർട്ട് ഏതായിരിക്കും, V.bracing കോളം എന്ന് പറഞ്ഞു വരും. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു മജന്ത ബോക്സ് ഇങ്ങനെ കാണിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ നമ്മൾ കട്ട് ചെയ്യാൻ മറന്നുപോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്യും. ക്ലാഷ് ചെക്കിലൂടെ നമുക്ക് കുറേ സൈറ്റ് ഇഷ്യൂസ്, നമ്മളുടെ ഭാഗത്ത് മോഡലിംഗ് എററോ ഇല്ലെങ്കിൽ സൈറ്റിൽ വരുന്ന പ്രാക്ടിക്കൽ ഇഷ്യൂസൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഇതാണ് ക്ലാഷ് ചെക്ക്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ.